ചൂടിനിടയിലും റമദാൻ നോമ്പ് തുറക്കാനുള്ള രുചിക്കൂട്ടുകളുമായി സജീവമാണ് ബഹ്റിനിലെ ഹോട്ടലുകൾ. മലബാറിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് തന്നെയാണ് ഇവിടെയും ഏറെ പ്രിയം. പലഹാരങ്ങളിൽ സമൂസയ്ക്ക് തന്നെയാണ് പ്രവാസികളുടെ ഇഫ്താറുകളിലും ഡിമാൻഡുള്ളത്. മിക്കവാറും സ്ഥലങ്ങളിൽ ഓരോ ദേശക്കാർക്കുമായി പ്രത്യേക പലഹാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മലയാളികളെ കാത്ത് കേരള രുചിക്കൂട്ടുകൾക്ക് പുറമെ നോർത്ത് ഇന്ത്യൻ പലഹാരങ്ങളും ബംഗാളികൾക്കായി ബംഗാൾ സ്പെഷ്യൽ പലഹാരങ്ങളും പാകിസ്ഥാനി രുചിക്കൂട്ടുകളുമെല്ലാം പാതയോര കച്ചവടക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇത്തരം പലഹാരങ്ങൾ ധാരാളം സ്വദേശികളെയും ആകർഷിക്കുന്നുണ്ട്. പുറത്ത് ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ ഔദ്യോഗിക അനുമതി ഇല്ലാതിരുന്നിട്ടും സ്വദേശികളുടെ പൂർണ്ണ സഹായ സഹകരണത്തോടെയാണ് കച്ചവടം നടത്തുന്നത് എന്ന് അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞു. പിന്നെ റോഡിൽ അങ്ങനെ വിൽക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അറബികൾ സഹകരിക്കുന്നതുകൊണ്ട് സഹകരിച്ചിട്ടാണ്. എല്ലാ സാധനമുണ്ട്. സമൂസ ഉണ്ട്, പരിപ്പുവട ഉണ്ട്, പൊക്കോട ഉണ്ട്, പഫ്സ് ഉണ്ട്, പിന്നെ ബൈദനിങ്ങ ഉണ്ട്, സുഗിയന്, പിന്നെ അറബികൾ കഴിക്കുന്ന കൈമാത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എല്ലാ സാധനവും നാടൻ പലഹാരങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. കത്തുന്ന വേനൽ ചൂടിലും ഈ രുചിക്കൂട്ടുകൾ ഒരുക്കാൻ ഹോട്ടലുകളിലെ അടുക്കള സജീവമാണ്. ഹോട്ടലുകൾക്ക് പുറമെ റമദാനിൽ മാത്രമായി ഇത്തരം കച്ചവടത്തിന് ഇറങ്ങിയവരുമുണ്ട്. ഈ കൊടും ചൂടിലും താൻ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ് എന്ന നിർവൃതിയിലാണ് സൂഫിക്ക. സന്തോഷം ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നോമ്പ് നിൽക്കുന്നത്, അതുകൊണ്ട് അതിനുള്ള സന്തോഷം ഇത് നമുക്ക് ഒരു വിഷമായിട്ട് തോന്നുന്നില്ല. ക്യാമറമാൻ സുവേർ സി ബാബുവിനോടൊപ്പം EV രാജീവൻ, ഇന്ത്യ വിഷൻ.